Watch full episodes on Jio Hotstar. വേദ നഗരത്തിലുള്ളവരുടെ മനസമാധാനം ഇതാ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. കോബ്ര ഗ്യാങ് വന്ന് വേദ നഗരം മുഴുവനും പിടിച്ചു കുലുക്കിയിരിക്കുന്നു. ഗ്യാങ്ങിൽപ്പെട്ടവരുടെ കൈപ്പത്തിയിൽ കോബ്രയുടെ സിംബൽ ഉണ്ട്. ഇവര് വളരെ അപകടം പിടിച്ച ആൾക്കാരാണ്. ഇങ്ങനെയാണോ സൈക്കിൾ ഓടിക്കുന്നേ? വഴി കൂടെ പോകുന്ന ആൾക്കാരെ ഒന്നും കണ്ണിന് കാണുന്നില്ലേ? സോറി അങ്കിൾ, പെട്ടെന്ന് നിങ്ങൾ റോഡ് ക്രോസ് ചെയ്തപ്പോ ഞാൻ നിങ്ങളെ കണ്ടില്ല. അങ്കിൾ കുഴപ്പമൊന്നുമില്ലല്ലോ? ഏയ്, ആ പേപ്പർ കൊണ്ട് തന്നെ. അങ്കിൾ, നിങ്ങൾ എന്തിനാ ഈ ബാങ്കിന്റെ ഡീറ്റെയിൽസ് ഒക്കെ എഴുതിയെടുക്കുന്നത്? ശിവ, ഇതിൽ എന്തോ കള്ളത്തരമുണ്ട്. ഇതെന്താ ഇത്? ബാങ്ക് കൊള്ളയടിക്കാൻ വല്ല പരിപാടിയുണ്ടോ? അല്ല, നിങ്ങൾ ആ കോബ്ര ഗാംഗിൽ പെട്ട ആളാണോ? അല്ല, നിങ്ങളുടെ കയ്യില് കോബ്ര ഉണ്ടല്ലോ. കുട്ടി, നീ ആള് ഭയങ്കര മിടുക്കനാണല്ലോ. സാക്കാ, കാക്കാ, വേഗം പിടിക്കേ കുട്ടിയെ. കുട്ടിയെന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ, ശിവ എന്നാണ് എന്റെ പേര്. ഈ പേപ്പറിൽ വേദ സിറ്റിയിലെ എല്ലാ ബാങ്കിന്റെ പേരും ഉണ്ട്. വലിയൊരു മോഷണം നടത്താനുള്ള പ്ലാൻ അവർ ചെയ്യുകയാണെന്ന് തോന്നുന്നു. നമുക്ക് ഈ ലിസ്റ്റ് ലഡു സിംഗ് സാറിനെ ഏൽപ്പിക്കാം. ആ കള്ളന്മാരുടെ കാര്യം എന്താന്ന് ലഡു സിംഗ് സാർ നോക്കിക്കോളും. ഒരു കുട്ടി തല്ലിയത്രേ. നിന്നെയൊക്കെ എന്താ ചെയ്യേണ്ടെന്ന് അറിയോ? ബോസേ, അവൻ കാണാൻ മാത്രമാണ് കുട്ടി. ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് അവൻ വലിയൊരു മാസ്റ്ററാണ് ബോസേ. അടിപൊളിയായിട്ട് അവൻ ഫൈറ്റ് ചെയ്തത്. തല്ല് പിടിച്ച് വന്നതും പോരാ, ഇവിടെ വന്ന് അവനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്നു. അവൻ ഫൈറ്റ് ചെയ്യാൻ മിടുക്കനാണെങ്കിലും എന്തായാലും ചെറിയ കുട്ടി തന്നെയല്ലേ. നീയൊക്കെ പോത്തുപോലെ വളർന്നില്ലേ? ആ കുട്ടിയെ കണ്ട് പഠിക്ക. ഞാൻ ഉണ്ടാക്കിയ മിഷൻ നിങ്ങൾ എല്ലാവരും ചേർന്ന് കോളമാക്കിയെന്നാ തോന്നുന്നേ. ഇന്ന് രാത്രി തന്നെ എന്റെ പ്ലാന് നടപ്പിലാക്കിയേ മതിയാകൂ, അല്ലെങ്കിൽ പോലീസുകാർ അലേർട്ടാവും. ശിവ, ആ കള്ളന്മാരുടെ പ്ലാൻ എന്താന്ന് മനസ്സിലാവുന്നില്ല. എനിക്ക് തോന്നുന്നത് ഇത് അപകടം പിടിച്ച ഗാംഗായിരിക്കും. നീ ചിന്തിച്ചതുപോലെയാണ് ഞാനും ചിന്തിച്ചത്. അവരുടെ ലിസ്റ്റ് ഞാൻ ലഡു സിംഗ് സാറിനെ ഏൽപ്പിച്ചിരുന്നു. എന്തെങ്കിലും ഒരു തെളിവ് കിട്ടിക്കാണും. അല്ല, ആ സ്ഥാനത്ത് ഞാനാണ് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ തന്നെ എല്ലാ ബാങ്കിലും സെക്യൂരിറ്റി കൂട്ടിക്കാണും. ഇത് കൊള്ളാലോ ശിവ. ഞാനും അതേ ഐഡിയ തന്നെ ആലോചിച്ചോണ്ടിരുന്നത്. നമ്മുടെ രണ്ടുപേരും ചിന്തകൾ എപ്പോഴും ഒരേപോലെ ഉള്ളത്. സെയിം ടു സെയിം. ലഡു സിംഗ് സാർ, നിങ്ങളോ? അത് ഞാൻ ഈ വഴിക്ക് പോയിക്കൊണ്ടിരിക്കായിരുന്നു. അപ്പൊ നിങ്ങളെല്ലാവരും ഒന്ന് കണ്ടിട്ട് പോകാന്ന് കരുതിയതാ. ശിവ, നിനക്കൊരു കാര്യം അറിയോ? ആ കോബ്ര ഗാങ്ങിനെ പിടിക്കാൻ വേണ്ടി ഞാനൊരു സ്പെഷ്യൽ ഫോഴ്സിനെ തയ്യാറാക്കിയിട്ടുണ്ട്. നാളെ രാവിലെ തൊട്ട് എല്ലാ ബാങ്കുകളിലും ഞാൻ സെക്യൂരിറ്റീനെ ഒന്നിനേക്കാൾ ഡബിൾ ആക്കിയിട്ടുണ്ട്. എന്നാ ഞാൻ പോകട്ടെ ശിവ. ഓക്കെ, ബൈ, ടേക്ക് കെയർ. സാറേ, ഒന്ന് എനിക്ക്. എല്ലാ ബാങ്കുകളിലും മോഷണം നടക്കുന്നുണ്ട്. നല്ല ലൈറ്റ് കത്തുന്നു. എണീറ്റേ.
താൻ വെറുതെ ആവശ്യമില്ലാതെ വിഷമിക്കേണ്ട കാര്യമില്ല. അലാം മെഷീനില് ചിലപ്പോ വല്ല കേട് സംഭവിച്ചിട്ടുണ്ടാവും. ഒറ്റ സമയത്ത് എല്ലാ ബാങ്കുകളിലും എങ്ങനെ മോഷണം നടത്താൻ പറ്റും? പറ. അലാം ഓഫ് ചെയ്ത് വെച്ചിരുന്ന റെസ്റ്റ് എടുക്ക്. എനിക്കാണെങ്കിൽ ക്ഷീണം കൊണ്ട് ഉറക്കം വന്നിട്ട് വയ്യ. പക്ഷെ സാറേ, ഒരു തവണ ചെക്ക് ചെയ്യുന്നത് നല്ലതല്ലേ? പേടാറാം, നീ ഒരുപാട് ആലോചിക്കുന്നുണ്ട്. ഇതുവരെ ഏതെങ്കിലും ഒരു നഗരത്തിൽ എല്ലാ ബാങ്കുകളിലും ഒരേ സമയത്ത് മോഷണം നടത്തിയതായി നീ കേട്ടിട്ടുണ്ടോ? നീ വെറുതെ എന്റെ ഉറക്കം നശിപ്പിക്കല്ലേ പേടാറാം. നീയും ചെന്ന് ഉറങ്ങാൻ നോക്ക്. വേദ നഗരത്തിൽ ഇന്നലെ രാത്രി ഞെട്ടിപ്പിക്കുന്ന വാർത്തകളാണ് കിട്ടിയിരിക്കുന്നത്. ഒറ്റ രാത്രി കൊണ്ട് വേദ നഗരത്തിലുള്ള മുഴുവനും ബാങ്കുകൾ കൊള്ളയടിക്കപ്പെട്ടിരിക്കുന്നു. കൊള്ളക്കാര് എളുപ്പത്തിൽ മോഷണം നടത്തിയിരിക്കുന്നു. പോലീസുകാര് ഒന്നും ചെയ്യാനാവാതെ നോക്കി നിൽക്കുകയാണ്. ഗതികേട് തന്നെ. ലഡു സിംഗ്, ഒറ്റ രാത്രി കൊണ്ടാണ് ഈ വേദ സിറ്റിയിലെ ബാങ്കിലുള്ള പണമെല്ലാം കൊള്ളയടിക്കപ്പെട്ടിരിക്കുന്നത്. അല്ല, ഇവിടെയുള്ള അലാറം മൊത്തം അടിച്ചിട്ട് കൂടി നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യുകയായിരുന്നു? ഞാൻ നിങ്ങൾക്ക് 48 മണിക്കൂർ സമയം തരുന്നു. മൊത്തം കൊള്ളക്കാരെ പിടിച്ചില്ലെങ്കിൽ തനിക്ക് ജോലി രാജിവെച്ച് പോകേണ്ടി വരും. 48 മണിക്കൂർ വേണ്ട, 24 മണിക്കൂറിനകം ഞാൻ ആ കള്ളന്മാരെ പിടിച്ച് ജയിലിനകത്ത് ഇട്ടിരിക്കും. സാർ കണ്ടോ? ലഡു സിംഗിന്റെ പേര് വെറുതെ അല്ല ഫേമസ് ആയത്. എന്റെ പവറ് ഞാൻ കാണിച്ചു തരാം. പ്ലീസ് ശിവ, നീ എന്നെ സഹായിക്കണം. കമ്മീഷണർ സാർ എനിക്ക് 48 മണിക്കൂർ സമയം തന്നിട്ടുണ്ട്. ഇത് നടന്നില്ലെങ്കിൽ എന്റെ തൊപ്പി തെറിക്കുന്ന തോന്നണേ. ശിവ, നീ എന്നെ എന്തായാലും സഹായിക്കില്ലേ? മുത്തശ്ശി, യെസ്, ആ ട്രക്ക് ഒന്ന് ശ്രദ്ധിച്ച് നോക്കേ. ശിവ, അകത്ത് മോഷണം നടക്കുമ്പോ ഇവര് പുറത്തായിരുന്നു. അതിന്റെ അർത്ഥം മോഷണ കേസിൽ ഇവരാണ് ഐ വിറ്റ്നസ്. അതുകൊണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് ഈ ട്രക്ക് ഡ്രൈവറെ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ മോഷണം എവിടെ നടത്തി, എങ്ങനെ നടത്തി എന്നുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് കിട്ടിയിരിക്കും. ലഡു സിംഗ് സർ, ആ ട്രക്ക് ഡ്രൈവർ നിങ്ങളുടെ ഐ വിറ്റ്നസ്സേ അല്ല. ആ കള്ളന്മാരുടെ ഗാംഗിലെ ഒരാളാണിത്. അതുകൊണ്ടാണ് എല്ലാ സമയത്തും അയാൾ പുറത്തു നിൽക്കുന്നത്. കള്ളന്മാര് മോഷ്ടിച്ചതിന് ശേഷം ആ ട്രക്കിലിട്ടിട്ടാണ് പോകുന്നത്. രേവ, നിങ്ങൾ രണ്ടുപേരും നല്ല സ്മാർട്ടായ കുട്ടികളാണ്. ഞാൻ വെറുതെ നിങ്ങൾക്ക് വേണ്ടി ഒരു IQ ടെസ്റ്റ് നടത്തി നോക്കിയതല്ലേ. എനിക്ക് അപ്പൊ തന്നെ ട്രക്ക് ഡ്രൈവർ അവരാളാന്നുള്ള കാര്യം അറിയാമായിരുന്നു. യെസ് ലഡു സിംഗ് സർ, ആദ്യം ഈ ട്രക്കിന്റെ ലൊക്കേഷൻ ഏതാണെന്ന് കണ്ടുപിടിക്കണം. ഒരുപാട് പണം മോഷ്ടിച്ചതിന് ശേഷം അവർ കുറെ നേരം നഗരത്തിലുണ്ടാവില്ല. അവരെങ്ങോട്ടെങ്കിലും ഓടിക്കളഞ്ഞു കാണും. ഹലോ ഹലോ, ലഡു സിംഗ് സ്പീക്കിംഗ്. നോർത്ത് ചെക്ക് പോസ്റ്റ് വെള്ള നിറത്തിലുള്ള വലിയ ട്രക്ക് ആ വഴിക്ക് വന്നിട്ടുണ്ടായിരുന്നോ? എന്ത്? ഇല്ലേ? ഹലോ, സൗത്ത് ചെക്ക് പോസ്റ്റ്. എന്താ പറഞ്ഞേ? നിങ്ങളും കണ്ടില്ലേ? ഹൈവേ ചെക്ക് പോസ്റ്റ് നിങ്ങൾ കണ്ടിരുന്നോ? ഇല്ലേ? നിങ്ങളും കണ്ടില്ലേ? ശിവ, ഇതുപോലത്തെ ഒരു ട്രക്ക് വേദ സിറ്റിയുടെ പുറത്ത് ഒരു ചെക്ക് പോസ്റ്റിലും ഇതുവരെ കണ്ടിട്ടില്ലാന്ന്. ഈ നമ്മൾ എന്താ ചെയ്യാ? ലഡു സിംഗ് സാറേ, അത് കണ്ടോ? ആ ട്രക്ക് മാർക്കറ്റ് ബാങ്ക് റോഡിൽ കൂടി കടന്ന് ഔട്ടറിലേക്ക് പോകുന്ന പോലെയുണ്ട്. കണ്ടോ? അതുമല്ലാതെ ചെക്ക് പോസ്റ്റിൽ കൂടിയല്ല അവർ പോയിരിക്കുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം സിറ്റിയുടെ പുറത്തുള്ള ആ കൊടും കാട്ടിലേക്ക് പോകാനാണ് സാധ്യത. വരൂ, നമുക്ക് എല്ലാവർക്കും അവിടേക്ക് പോവാം. ശിവ, ഞാനും ഇത് തന്നെ ആലോചിച്ചോണ്ടിരുന്നത്. യു ഡോണ്ട് വറി ശിവ. ഇനി ഈ കേസ് ഇൻസ്പെക്ടർ ലഡു സിംഗ് തന്റെ ശക്തമായ കൈ കൊണ്ട് കൈകാര്യം ചെയ്യും. ഞാൻ ഈ കേസിനെ മിനിറ്റുകളിൽ തീർത്തിരിക്കും. വെറും മിനിറ്റുകളിൽ. ബോസേ, പോലീസുകാരുടെ ഗ്യാങ് മൊത്തം ഇങ്ങോട്ട് വരുന്നുണ്ട്. ഒന്ന് നോക്കിക്കേ. അവരെ അവിടെ തന്നെ നിർത്ത്. റോക്കറ്റ് പോയി ഫയർ ചെയ്യേ. വേഗം പോയി ഫയർ ചെയ്യേ.
പോലെയല്ല റോക്കറ്റ് വരുന്നത്. എല്ലാരും പെട്ടെന്ന് കാടിനകത്തേക്ക് കേറിക്കോ. വേഗം വണ്ടി വിട്ടോ, ഫാസ്റ്റ്. ഇനി നമ്മൾ സേഫാണ്. പൊട്ടല് ഇവിടെ നിന്നാണ് തുടങ്ങിയത്. അതിന്റെ അർത്ഥം ആ കള്ളന്മാരെ ഗ്യാങ് ഈ കാട്ടിൽ തന്നെ ഒളിച്ചിരിക്കുകയാണെന്നാണ്. നമുക്ക് നോക്കാം, വരൂ നമുക്ക് നോക്കാം. ചെറിയ ചെറിയ മോഷണം നടത്തുന്ന കള്ളന്മാരുള്ള ഗാങ് അല്ല ഇത്. അവരടുത്ത് ബോംബും പ്രോപ്പർട്ടിയോ എല്ലാം ഉണ്ട്. അതായത് അപകടം വലുതാണെന്ന് അർത്ഥം. കമോൺ ഫ്രണ്ട്സ്, ലെറ്റ്സ് ഗോ. എന്തൊക്കെ സംഭവിച്ചാലും പോലീസുകാർ നമ്മുടെ അടുത്തെത്താൻ പാടില്ല. വേഗം ഗാഡ്ജറ്റ് മിസൈൽ ഫയർ ചെയ്യ്. നമ്മുടെ കയ്യിൽ എന്തെല്ലാം ആയുധങ്ങളുണ്ടോ അതൊക്കെ എടുത്ത് പ്രയോഗിക്ക് വേഗം. സാറേ നമ്മുടെ കയ്യില് ഈ ചെറിയ റിവോൾവർ മാത്രമേ ഉള്ളൂ. ഇതല്ലാതെ അവരെ എതിർക്കാൻ ഒന്നില്ല. എല്ലാ മിസൈലും എന്തിനാ എന്റെ പുറകെ തന്നെ കെട്ടിയെടുക്കലേ? രക്ഷപ്പെട്ടു, ഞാൻ രക്ഷപ്പെട്ടു. എന്തൊരു അത്ഭുതം! ഞാൻ അറിയാതെ തന്നെ എന്റെ ഓട്ടത്തിന് സ്പീഡ് കൂടിയല്ലോ. ഹലോ ശിവ, ഇവിടെ കാട്ടില് ഭയങ്കര ആപത്താണ്. മിസൈലും റോക്കറ്റൊക്കെ ഒരുപാട് ഫയർ ചെയ്തോണ്ടിരിക്കില്ലേ. ഞാനിപ്പോ കാറ്റില് പറക്കുന്നത് പോലെയാണ് തോന്നിക്കൊണ്ടിരിക്കുന്നത്. ലഡു സിംഗ് സർ, നിങ്ങൾ ശരിക്കും ആകാശത്ത് പറക്കാണ്. ഒന്ന് താഴോട്ട് നോക്കിക്കേ. ഞാൻ ഇതുവരെ മിസൈലിന്റെ മുകളിലാണോ നിന്നിരുന്നത്? ശിവ, എന്തേലും ഒന്ന് ചെയ്യേ. മിസൈലിനോടൊപ്പം ഞാനും ചാമ്പലാവാൻ എനിക്ക് ആഗ്രഹമില്ല. എന്തേലും ചെയ്യ് ശിവ. വേണ്ട വേണ്ട വേണ്ട. ലഡു സിംഗ് സർ, നിങ്ങൾ നിങ്ങളുടെ ഫോഴ്സ് റെഡിയാക്കി നിർത്തൂ. ഞാൻ കാടിന്റെ അകത്തേക്ക് പോവാണ്. ബോസ്, ഈ കുട്ടിയെ കണ്ടില്ലേ? ഇവനാണ് ഞങ്ങളെ അടിച്ചത്. എന്ത്, ഈ കുട്ടിയോ? എല്ലാവരും പുറത്തേക്ക് പോവൂ. ഞാനൊന്ന് നോക്കട്ടെ ഇവന്റെ കയ്യിൽ അത്രയ്ക്ക് എന്താ ഉള്ളതെന്ന്. ഇവന്റെ കയ്യിൽ നിന്നാണല്ലോ തല്ല് മേടിച്ചത്. ഇത്രയും ചെറിയ കുട്ടിയുടെ കയ്യിൽ നിന്ന് നിങ്ങൾ തല്ല് മേടിച്ചിരിക്കുന്നോ? കുട്ടി എന്ന് വിളിക്കരുത് അങ്കിൾ. ബോസിന് അടി ഉറപ്പാ. നമുക്ക് അടി പേടിക്കാതെ പോയേക്കാം. ഓടിക്കോ. ശിവ, ശിവ എന്നാണ് എന്റെ പേര്. ബോസേ, ആ കുട്ടിയെ വെറുതെ വിടരുത്. ഭയങ്കര കുരുത്തം കെട്ട കുട്ടിയാ അത്. അവരെ ശരിക്കും ഒരു പാഠം പഠിപ്പിക്കേ. ഞാൻ ഇവനെ പാഠം പഠിപ്പിക്കുമ്പോ വെറുതെ നോക്കി നിൽക്കാനാണോ രണ്ടുപേരെ നിർത്തിയിരിക്കുന്നേ? അടിക്കവനെ. എന്റെ അമ്മോ. എന്റെ കയ്യ്, എന്റെ കാല്. ആഹാ,
എന്തിനാ എല്ലാ മിസൈലും എന്റെ പുറകെ തന്നെ കെട്ടിയെടുക്കണേ? ഓ ഇനിയിപ്പൊ നിന്നെ കൊണ്ട് അനങ്ങാൻ പോലും പറ്റില്ല. കുട്ടിയെന്ന് വിളിക്കരുതെന്ന് അങ്ങനെയാണല്ലോ ഞാൻ കേട്ടത്. ഇനി പറയും കുട്ടി കുട്ടി കുട്ടി. എന്താ അനങ്ങാതെ നിൽക്കുന്നേ? കാളി സിംഗിനോട് കളിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങളാരും ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കില്ല. ബൈ ബൈ കുട്ടി. നോക്ക്, നിങ്ങളുടെ ശിവ മേലോട്ട് പൊങ്ങിപ്പോയി. ഇവന്റെ കയ്യിൽ നിന്ന് നിങ്ങൾ തല്ലി മേടിച്ചോണ്ട് വന്നത്. ഇനി കണ്ടോ, എന്റെ മിസൈൽ ഒരുപാട് ദൂരത്ത് പോയി അവനെ ചാമ്പലാക്കി കളയും. ബോസേ, മുകളിലേക്ക് നോക്ക്. ആ കുട്ടി അല്ലല്ല, ആ ശിവ താഴേക്ക് വരുന്നു. അല്ല, ഞാൻ അവൻ അതിൽ കെട്ടിയിട്ടതാണല്ലോ. അവൻ എങ്ങനെ ഇതൊക്കെ സ്വയം അഴിച്ചെടുത്തത്? ബോസ്, ഞാൻ പറഞ്ഞില്ലേ ഈ കുട്ടി വിടുക്കണത്. ഇവൻ സിംഹത്തിനേക്കാളും 10 മടങ്ങ് ശക്തിയുള്ളവനാ. അവൻ ചെറുതാണെങ്കിലും വലിയ ആൾക്കാർ വരെ തോറ്റുപോകും ബോസെ അവന്റെ അടുത്ത്. ഒന്ന് നിർത്ത് നിന്റെ പുകഴ്ത്തല്. എന്നിട്ട് മേലോട്ട് നോക്ക് നിങ്ങള്. അവൻ ആ മിസൈലിന്റെ ഒപ്പം തന്നെ പൊട്ടി തെറിച്ചു പോകും. You are under arrest. അങ്കിൾ, മിസൈൽ എല്ലാം തീർന്നു പോയോ, അല്ലെങ്കിൽ വേറെ കുറച്ച് ബാക്കിയുണ്ടോ? വേറെ മിസൈൽ ഉണ്ടായാൽ പോലും നിനക്കതൊക്കെ വെറും പുല്ലല്ലേ. ഒരു വലിയ മിസൈലിനെ തന്നെ തോൽപ്പിച്ചു വന്ന ഈ കുട്ടിയെ ഞങ്ങൾ എങ്ങനെ തോൽപ്പിക്കാനാ? ഇത്രയും പെട്ടെന്ന് തോൽവി സമ്മതിച്ചോ? വെറുതെ അല്ല ഈ ഇൻസ്പെക്ടർ ലഡ്ഡു സിംഗിന്റെ പേര് ഫേമസ് ആയത്. ഇവിടുന്ന് 50 കിലോമീറ്റർ വളരെ ദൂരെ ഏതേലും കള്ളന്മാര് ബാങ്ക് മോഷ്ടിക്കാൻ പ്ലാൻ ഇടുകയാണെങ്കിൽ അവിടെയുള്ളവർ പറയും, ബാങ്ക് കൊള്ളയടിക്കല്ലേ, ശിവ ഉടനെ എത്തുന്ന. അടിപൊളി, പറഞ്ഞത് വളരെ ശരിയാണ്. ശിവ, കമ്മീഷണർ സാർ ഈ കേസ് തീർക്കാൻ എനിക്ക് തന്നത് 48 മണിക്കൂർ സമയമാണ്. പക്ഷേ ഇതേ നോക്കിയേ, നമുക്ക് 10 മണിക്കൂർ ആയിട്ടുള്ളൂ. നിനക്ക് വേണമെങ്കിൽ ഇവരെ കുറച്ചുകൂടി പാഠം പഠിപ്പിക്കാം. ഞാൻ അവരെയാണ് പാഠം പഠിപ്പിക്കാൻ പറഞ്ഞത്, എന്നെ അല്ല. നിങ്ങളത് കണ്ടോ? ഇവിടെ ഹോഴ്സ് റൈഡിംഗ് നടത്തുന്നുണ്ടല്ലോ. ആ കറുത്ത കുതിരയെ കാണാൻ എന്തൊരു ഭംഗിയാണ്, നോക്കിക്കേ. അതിന്റെ തലമുടി കണ്ടോ, കാറ്റത്ത് പറക്കുന്നത്. വെരി ഗുഡ്. ഈ ശങ്കരന് 2 കണ്ണല്ല 4 കണ്ണാ ഉള്ളത്. ഒരുപാട് ദൂരത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഇറ്റ്സ് ടൈം ഫോർ റാറ്റ് അറ്റാക്ക്. ഇതിന്റെ ലൈവ് ടെലികാസ്റ്റ് എന്റെ താവളത്തിൽ പോയി നോക്കാം.
അല്ല ഇതെന്തോ സാധനം? രക്ഷിക്കൂ, ഞങ്ങളെ രക്ഷിക്കൂ, ഓടി വരണേ, ആരെങ്കിലും രക്ഷിക്കണേ, രക്ഷിക്കൂ. ശിവ, സൂക്ഷിക്കണേ മോനെ. താങ്ക് യു മോനെ, ഞങ്ങളുടെ എല്ലാവരുടെയും ജീവൻ നീയാ രക്ഷിച്ച. ദൈവം നിന്നെ രക്ഷിക്കട്ടെ. ഇറ്റ്സ് ഓക്കെ അങ്കിൾ. ബോസ് ബോസ്, ആ ചെറുക്കൻ ഭയങ്കര അതിശയ ബോസേ. അവൻ കാണാൻ ചെറുതാണെങ്കിലും ആള് ബഹു സാമർത്ഥ്യക്കാരനാ ബോസേ. ആ കുട്ടി സാഹസം കാണിച്ചാണ് അവരെ രക്ഷിച്ചിരിക്കുന്നത്. എന്തായാലും ശരി, എന്റെ ജോലി നടന്നല്ലോ, അത് മതി. വേണമെങ്കിൽ കണ്ടോ, കുറച്ച് ദിവസത്തിനുള്ളിൽ ഒരു കുതിരവണ്ടി പോലും ഇതിലേ പോവില്ല. അത് മാത്രമല്ലാതെ പതുക്കെ പതുക്കെ ആൾക്കാരുടെ വരവും പോക്കും നിൽക്കും. കാരണം എലികളെന്ന് വെച്ചാൽ ജനങ്ങൾ പേടിച്ചു വിറയ്ക്കും. ഇനി എന്റെ അടുത്ത ടാർഗറ്റ് ആ ടൂറിസ്റ്റ് ബംഗ്ലാവാണ്. ടൂറിന് വരുന്നവർ അവിടെ താമസിക്കാൻ പോലും പേടിച്ചു പോകും. അങ്ങനെ പതുക്കെ പതുക്കെ ഈ സ്ഥലം മുഴുവനും ഞാൻ മേടിച്ച് കൈക്കലാക്കും. പക്ഷെ ബോസേ, ഈ സ്ഥലം മേടിച്ചിട്ട് ബോസ് എന്ത് ചെയ്യാനാണ്? ശങ്കരന് 2 കണ്ണല്ല 4 കണ്ണാ ഉള്ളത്. എത്ര ദൂരത്ത് നടക്കുന്ന കാര്യങ്ങളും കാണും. ഞാൻ ഇനി എന്റെ സ്വപ്നങ്ങൾ പൂർത്തിയാക്കാൻ പോകുന്നു. ഞാൻ ഈ കടപ്പുറത്ത് എന്റെ പേഴ്സണൽ ടോക്യാർഡ് പണിയും. നോക്കിക്കോ, ആരുടെയും തടസ്സമില്ലാതെ കടൽ വഴിയുള്ള സ്മഗ്ലിംഗ് ഞാൻ എളുപ്പമാക്കി തീർക്കും. ഇനി ആ കുട്ടികളുടെ കാര്യത്തിൽ ആലോചിച്ച് എന്തെങ്കിലും തീരുമാനമെടുക്കണം. പിന്നെ എനിക്ക് എന്റെ ജോലി ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ചെയ്തു തീർക്കാം. ആ ചെറുക്കനും ആ ഫാമിലിയും ആ റിസോർട്ടിലാണ് താമസിക്കുന്നത്. ചെല്ല്, വേഗം എലികളെ തുറന്നു വിട്ട് അവരൊരു പാഠം പഠിപ്പിക്ക. ഞങ്ങളുടെ ഗ്രാമത്തിലെ ഇതുപോലെ ഒരുപാട് എലികൾ ഒരു ദിവസം വന്ന് ആക്രമിച്ചു. ഞാൻ ഉടനെ തന്നെ ഓടക്കുഴലെടുത്ത് അങ്ങോട്ട് ഊതിയപ്പോഴത്തേക്ക് എല്ലാം അങ്ങ് ഓടിക്കളഞ്ഞു. നിങ്ങൾ എത്ര നന്നായിട്ടാ ഡാൻസ് കളിക്കുന്നത്. ഡാൻസ് കാണാൻ നല്ല രസമുണ്ട്. എന്താ സംഭവിക്കണെന്ന് അറിയുന്നില്ല. കൊള്ളാം ലഡ്ഡു സിംഗ്.
ഇത് ഡാൻസ് അല്ലെന്നേ. എനിക്ക് എന്താ പറ്റിയത്? എനിക്ക് ഡാൻസ് കളിക്കാൻ അറിയില്ലെന്നേ. ഞാൻ അപ്പൊ ഡാൻസ് കളിച്ചില്ല. സാറിന് ട്രൈബൽ ഡാൻസും അറിയാല്ലേ? ഇല്ല, എനിക്ക് ഡാൻസ് കളിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞില്ലേ. ആദ്യം പാന്റിനകത്തായിരുന്നു എലി, ഇപ്പൊ എന്റെ ഷെഡിക്കകത്തും എലി വന്നിട്ടുണ്ട്. ആദ്യം നിങ്ങൾ ഈ കൈകൊട്ടൊന്ന് നിർത്തുവോ? എലി എന്റെ പാന്റിനകത്ത് കയറി എല്ലാ സ്ഥലത്തും കടിച്ചു. എനിക്ക് വേദനിച്ചിട്ട് വയ്യ, ഒരു സ്ഥലവും ബാക്കി വെച്ചില്ല. വേഗം ഇതെടുത്ത് ഊതേ. ഇപ്പൊ ഊതിയ ശരിയാവില്ല. നമുക്ക് വേഗം എലിയോടിപ്പോ പോയി വാ, ഓടിപ്പോ എലികളെല്ലാം ഓടി ഓടി മുത്തശ്ശന്റെ പാട്ടുകൊണ്ട് എലികളാണ് പോകുന്നത്. അതോ നമ്മൾ മറന്നു പോകുമെന്ന് അറിയില്ല. വേഗം ആവട്ടെ, ആരെങ്കിലും കാണും പെട്ടെന്ന്. ദേ അത് കണ്ടോ? ആരാ നിങ്ങള്? അവിടെ എന്താ ചെയ്യുന്നേ? മതി മതി, ആ കുട്ടി ഇങ്ങോട്ട് തന്നെ വരുന്നുണ്ട്. വേഗം ഓടിക്കോ ഓടിക്കോ, പെട്ടെന്ന് പോകാൻ. എങ്ങോട്ടാ പോകുന്നത്? അവിടെ നിക്ക്. ഹലോ ലഡു സിംഗ് സർ, ഇവിടെ കടപ്പുറത്ത് 2-3 ആൾക്കാരെ എന്തോ തരികിട പണി ചെയ്യുന്നുണ്ട്. നിങ്ങൾ പെട്ടെന്ന് വരൂ. നീ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട ശിവ, ഞാൻ ഇപ്പൊ തന്നെ വന്നോളാം. ഓക്കെ ലഡു സിംഗ് സർ. എന്ത് പറ്റി അങ്ക്? ഭയങ്കര ധൃതിയിലാന്ന് തോന്നുന്നു. കുട്ടി, ഞങ്ങൾക്ക് കുറച്ച് ധൃതിയുണ്ട്. മര്യാദക്ക് നീ വഴിയിൽ നിന്ന് മാറിയില്ലെങ്കിൽ പിന്നെ നിനക്ക് ഒരിക്കലും നിന്റെ വീട്ടിലേക്ക് പോകാൻ കഴിയില്ല. കേട്ടി എന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ, ശിവ എന്നാണ് എന്റെ പേര്. ഇനി നല്ല സ്നേഹത്തോടെ പറയൂ, നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യാൻ വേണ്ടി വന്നതാണ്? നിങ്ങളുടെ ബാഗിൽ എന്താന്ന് പറ. പിടിക്കാ കുട്ടിയെ, അവന്റെ നാക്കിന് ഇത്തിരി നീളം കൂടുതലാ. ശിവ, എന്തെങ്കിലും മനസ്സിലായോ? ഇല്ല ഇല്ല, പക്ഷേ അതിനോർത്ത് എന്റെ കയ്യിൽ ഒരു ബാഗ് ഉണ്ടായിരുന്നു. അയാൾ ആ ബാഗ് വിടാൻ തയ്യാറായിരുന്നില്ല. അതിന്റെ അകത്ത് എന്തോ വിലപിടിപ്പുള്ള സാധനമാണെന്ന് തോന്നുന്നു. അവരവിടെ മണ്ണ് കുഴിച്ച് എന്തോ ചെയ്യുന്നുണ്ടായിരുന്നു. നമുക്കൊന്ന് നോക്കിയാലോ? ഇത് കാലി ബോക്സ് ആണല്ലോ. ശിവ, ചിലപ്പോ ഈ ബോക്സ് അവര് വെച്ചിട്ട് പോയതായിരിക്കാം. യെസ്, അങ്ങനെയാണ് തോന്നുന്നത്. അയാളുടെ ബാഗിൽ പലതരം ശബ്ദങ്ങൾ കേൾക്കുകയും ചെയ്തു.
രാത്രി വന്ന റാറ്റ്സുമായി ഇവർക്ക് എന്തോ ബന്ധമുണ്ടെന്ന് തോന്നുന്നു. We have to find that out. ശങ്കരന് 2 കണ്ണല്ല 4 കണ്ണാണുള്ളത്. ഒരുപാട് ദൂരെയുള്ള കാര്യങ്ങൾ കാണാൻ സാധിക്കും. ഞാനിപ്പോ ആലോചിക്കുന്നത് എന്താണെന്ന് വെച്ചാല് ആ ചെറുക്കനെ ഒരു പാഠം പഠിപ്പിച്ചില്ലെങ്കിൽ എന്റെ എല്ലാ പ്ലാനുകളും പെട്ടെന്ന് തന്നെ പൊളിഞ്ഞു പോകും. നീ ചെല്ല്. ആ ചെറുക്കനെ നീ എന്തെങ്കിലും ചെയ്ത് അവന്റെ കഥ കഴിച്ചേക്ക്. ആ, ഈ ബോളിൽ റാറ്റ് എന്താ ചെയ്യുന്നത്? പെട്ടെന്ന് ഇത്രയധികം റാറ്റ്സ് എവിടുന്നാ വന്നത്? ഇത്രയധികം എലികൾ എവിടുന്നാ വന്ന? എനിക്ക് പേടിയാകുന്നു. ശിവ, സൂക്ഷിക്കണ മോനെ, ഒരുപാട് എലികള്. ഓ, ഇതെന്തൊരു കുട്ടിയാണ്! ഇത്രയും എലികൾ അവന്റെ മേത്ത് കയറിയിട്ട് അവൻ പേടിക്കുന്നത് പോലും ഇല്ലല്ലോ. ഈ റാറ്റ്സ് ഒക്കെ എന്ത് ഹാർഡാണ്. അതുമല്ലാതെ ഇവയിൽ നിന്ന് എന്തൊക്കെ ശബ്ദങ്ങളാ വരുന്നത്? ഇവ ശരിക്കുള്ള റാറ്റ്സ് അല്ല, ഇവയൊക്കെ റോബോട്ട്സ് ആണ്. ഏതോ ഒരുത്തൻ ഇവയൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്നു. നിങ്ങൾ ഇങ്ങോട്ട് ഒന്ന് വന്നേ. ഈ റാറ്റ്സ് ഒക്കെ ഡ്യൂപ്ലിക്കേറ്റാ. ആഹാ, എനിക്ക് ആദ്യമേ അറിയായിരുന്നു ഈ റാറ്റ്സ് ഒക്കെ ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന്. പക്ഷേ ഞാൻ പേടിക്കുന്ന പോലെ അഭിനയിച്ചല്ലേ. എലികളെ എലികളെ ഇങ്ങോട്ട് വാ. നിന്നെ ഞാനിപ്പോ എന്നെ പേടിപ്പിക്കാൻ നോക്കുകയാണല്ലേ? ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം. ഈ എലികള് എന്നെ ഒരുപാട് ശല്യം ചെയ്തിട്ടുണ്ട്. ഇവിറ്റങ്ങളൊക്കെ ഞാൻ പിടിച്ച് ജയിലിനകത്ത് ഇട്ടിരിക്കും. ആ കുട്ടി എല്ലാവരുടെയും മുന്നിൽ വെച്ച് എലികളുടെ രഹസ്യം തുറന്നു കൊടുത്തു. ഇനി ആരും എന്റെ എലികളെ പേടിക്കില്ല. ശിവ, ഞാൻ നിന്നെ വെറുതെ വിടുമെന്ന് നീ വിചാരിക്കണ്ട. ഞാൻ ഇനി എന്റെ സ്പെഷ്യൽ ഫോഴ്സിനെ വിട്ടാലേ ശരിയാവുള്ളൂ. എനിക്ക് എഴുന്നേൽക്കാൻ പറ്റുന്നില്ല. എന്റെ സൈക്കിളിന്റെ പുറകെ വരൂ, എന്നിട്ട് എന്നെ കണ്ടുപിടിക്കൂ. ശിവ, എന്റെ മോനെ ആരെങ്കിലും ഒന്ന് രക്ഷിക്ക്. ലഡ്ഡു സിംഗ്, നിങ്ങൾ എന്താണ് ഇങ്ങനെ നിൽക്കുന്നേ? ശിവ, നീ പേടിക്കണ്ട, ഞങ്ങൾ എല്ലാരും അങ്ങോട്ട് വന്നോളാം. എന്റെ റാറ്റ്സുകൾ ശിവയെ അങ്ങനെ പൊക്കിക്കൊണ്ടുവരുന്നു. ഇനി നിന്നെ ഞാൻ നോക്കിക്കോളാം ശിവ. സുഖാണോ കുട്ടി? നീ ഭയങ്കര സാഹസക്കാരനാണല്ലോ. ഇനിയിപ്പൊ നീ എന്തോ ചെയ്യും? ശിവ എന്നാണ് എന്റെ പേര്. കുട്ടിയെ പിന്നെ കുട്ടി എന്നല്ലാതെ പിന്നെ എന്തോന്ന് വിളിക്കണമെന്നാ പറയുന്നേ? ബോസേ, ഒരു കാര്യം പറയാ, കുട്ടിയെന്ന് മാത്രം വിളിക്കരുത്. അവന്റെ പേര് ശിവ എന്നാ. കുട്ടിയെ ഞാൻ കുട്ടിയെ വിളിക്കുള്ളൂ. കുട്ടി 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 കുട്ടി. അങ്കിൾ, എന്താ പറഞ്ഞത്? ഞാൻ ശരിക്ക് കേട്ടേയില്ല. ഞാൻ എന്താ പറഞ്ഞെന്നറിയോ കുട്ടി? ഇനി നീ എന്റെ കയ്യിൽ കുറച്ച് ദൂരെ പറഞ്ഞ പോരായിരുന്നോ? അവൻ ശരിക്കും കേട്ടില്ല. അതുകൊണ്ടാ ഞാൻ അവന്റെ അടുത്ത് പോയി പറയാമെന്ന് വിചാരിച്ചേ. അവനെ ഇല്ലാതാക്ക്. അവൻ ഈ ശങ്കരനെ അടിച്ചിരിക്കുന്നു. ബോസേ, വിട്ടേക്ക്. ബോസ് ഇപ്പൊ കണ്ടതല്ലേ അവന്റെ തല്ല എങ്ങനെയുണ്ടെന്ന്. പെട്ടെന്ന് സറണ്ടർ ആയേക്ക്. സറണ്ടർ ആവാനോ? ഞാൻ സറണ്ടർ ആവാനാണോടാ നിങ്ങൾക്കൊക്കെ ശമ്പളം തരുന്നത്? അവനെ കാച്ചിക്കളയ.
ശിവ, നീ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട, ഞാനിതാ വന്നു കഴിഞ്ഞു. ഐ. ഒരു സ്ഥലം ബാക്കി വെക്കാതെ കടിക്കാണല്ലോ. ആരെങ്കിലും രക്ഷിക്കണേ ശിവ. നിങ്ങളുടെ കളിയൊക്കെ ഒരുപാട് അങ്ങ് കൂടിപ്പോയി. ഇനി നിങ്ങൾ ആരും തന്നെ രക്ഷപ്പെടില്ല, നോക്കിക്കോ. ശിവ, നിങ്ങളെല്ലാം അങ്ങോട്ട് മാറി നിൽക്ക്. ഓടിപ്പോ എലികളെ, ഓടിപ്പോ ഓടിപ്പോ എലികളെല്ലാം ഓടി ഓടി ഓടിപ്പോ. എടോ ശങ്കര, നമുക്കിനി ജയിലിലേക്ക് പോയി ഒരുമിച്ചിരുന്ന് എലിയും പൂച്ചയും കളി കളിക്കാം. എലി മേത്തന്നെ ഇറങ്ങാൻ. എന്നെ തന്നെ നോക്കൂ. എന്നെ നോക്കൂ, എന്നെ നോക്കൂ, എന്റെ കണ്ണിലേക്കൊന്ന് നോക്കൂ. നിങ്ങളുടെ എല്ലാവരുടെയും സ്വർണങ്ങളും പണങ്ങളും വിലപിടിപ്പുള്ള സാധനങ്ങളും ഈ ബാഗിലേക്ക് ഇടൂ. ലൈനിൽ നിന്ന് വേഗം ഇടാൻ നോക്കൂ. എല്ലാം ഈ ബാഗിലിടൂ, എന്നിട്ടെല്ലാം മറക്കൂ. എന്നെ കണ്ട കാര്യം നിങ്ങൾ എല്ലാവരും മറന്നു പോകട്ടെ. എന്നാൽ ശരി, 3 മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങൾ മറന്നു പോകട്ടെ. എന്റെ വള കാണുന്നില്ല. ജീവ, ഇവിടെ വലിയ മോഷണം നടന്നിരിക്കുന്നു. എല്ലാരും ഭയങ്കര വിഷമത്തില. നീ ഒന്ന് പെട്ടെന്ന് വാ. കുറച്ചു നേരം മുമ്പ് ഞങ്ങളുടെ എല്ലാ സാധനങ്ങളും മോഷ്ടിച്ച് കൊണ്ടുപോയി ഇവിടുന്ന്. പക്ഷെ അത് എങ്ങനെയാണെന്ന് ആർക്കും ഒരു ഓർമ്മയുമില്ല. എപ്പോഴാണ് എങ്ങനെയാണെന്നൊന്നും ഒരു ഓർമ്മയുമില്ല. പണവും സ്വർണവും എല്ലാം പോയി. Shiva, 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 Shiva.
കുട്ടി വഴിമാറ്. കുട്ടിയെന്ന് വിളിക്കരുത് അങ്കിൾ. മര്യാദയ്ക്ക് മോഷ്ടിച്ച സാധനങ്ങളൊക്കെ തന്നേക്കോ. മോഷ്ടിച്ച സാധനങ്ങൾ തരണമെന്നോ? അപ്പൊ ഞാൻ മോഷ്ടിക്കുന്നതൊക്കെ നീ കണ്ടു കുട്ടി. എന്നാൽ തരാൻ മനസ്സില്ല. നിന്റെ കയ്യിലുള്ള സാധനമൊക്കെ നീ ഇപ്പൊ എനിക്ക് തരണം. ശിവ, ശിവ എന്നാണ് എന്റെ പേര്. You are under arrest. Very good, Shiva. Very good. ഇനി ഇവന്റെ കാര്യം ഞാൻ ഏറ്റു. നോക്കിക്കോളാം. എന്റെ കണ്ണില് പൊടി പോയല്ലോ. ഒന്നും കാണാൻ പറ്റുന്നില്ലല്ലോ. ഞാൻ എങ്ങനെ കണ്ണു തുറക്കും? ഇവിടെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. സോറി സോറി, ഇപ്പൊ തന്നെ ഒരുപാടായി. മോഷ്ടിച്ച സാധനങ്ങളൊക്കെ തന്നേക്കാം. ഇതെന്താണ്? ഒന്നും കാണുന്നില്ല ശിവ. എനിക്കൊന്നും കാണുന്നില്ലല്ലോ. അയാൾ നമ്മളെ പറ്റിച്ച് കടന്നു കളഞ്ഞു. ആദ്യം ഞാൻ അവനെ പിടിച്ച് വലിച്ച് പഞ്ച് കൊടുത്തു. എന്നിട്ട് ഇങ്ങനെ പഞ്ച് കൊടുത്തു. എത്ര പഞ്ച് കൊടുത്തു എന്ന് എനിക്ക് തന്നെ അറിയില്ല. എന്നിട്ട് അവൻ എവിടെ പോയി വീണതെന്ന് അറിയില്ല. എന്നിട്ട് അവൻ മോഷ്ടിച്ച സാധനങ്ങളൊക്കെ ഞാൻ എടുത്ത് മാറ്റി. കാരണം ഇനി ലഡ്ഡു സിംഗിന്റെ ഈ പരിധിയിൽ അവൻ ഒരിക്കലും ഇനി മോഷ്ടിക്കാനേ വരരുത്. ഇയാളാള് കൊള്ളാലോ. എന്നെ പഞ്ച് ചെയ്തെന്നു. എന്തായാലും ആ ലഡ്ഡു സിംഗിനെയും ചെറുക്കനെയും പാഠം പഠിപ്പിച്ചില്ലെങ്കിൽ ശരിയാവില്ല. ഇനി ഏതെങ്കിലും ഒരു കള്ളൻ ഇങ്ങോട്ട് വന്നാൽ ഞാൻ കാണിച്ചു തരാം. ഇൻസ്പെക്ടർ ലഡ്ഡു സിംഗിന്റെ പരിധിയിൽ മോഷ്ടിച്ച് അങ്ങനെ രക്ഷപ്പെട്ട് കളയാന്ന് കരുതണ്ട. ആർക്കും പറ്റില്ല. നോ വൺ, നോ വൺ. ആ ചെറുക്കൻ കാരണമാണ് എന്റെ പ്ലാന് മൊത്തം പൊളിഞ്ഞത്. ഇനി ഞാൻ അവരെ വിടില്ല. ഈ ഇൻസ്പെക്ടർ TV കിടന്ന് വിലസുമായിരുന്നു. ആരെന്നോട് കളിക്കാൻ നോക്കണേ? ഹലോ ഇൻസ്പെക്ടർ ലഡ്ഡു സിംഗ്. എടോ, താൻ അന്ന് കണ്ട അതേ മജീഷ്യനല്ലോ? അതെ, അയാള് തന്നെയാണ് ഞാൻ. എന്നെ നോക്കൂ, ഈ കയ്യിലോട്ട് നോക്കൂ. ഞാൻ മോഷ്ടിച്ചു പോകുന്ന സമയത്ത് താൻ എന്ത് പറയണമെന്നറിയോ? താനാണ് മോഷ്ടിച്ചതെന്ന് മറക്കാതെ പറയണം കേട്ടോ. എല്ലാവരുടെയും സാധനങ്ങൾ തന്റെ അടുത്തുണ്ടെന്ന് പറയണം. ഞാൻ ആർക്കും ഒന്നും തരില്ല. എല്ലാം എന്റേതാണ്. കേട്ടല്ലോ? ശരി. ഹലോ, എല്ലാവരും എന്നെ ഒന്ന് നോക്കൂ. ഇങ്ങടുത്തേക്ക് വരൂ. ഞാൻ എല്ലാവരുടെയും സാധനങ്ങൾ തിരിച്ചു തരാൻ വന്നതാണ്. എല്ലാവരും ക്യൂ പാലിക്കൂ. എല്ലാവരുടെയും സാധനങ്ങൾ ഈ ബാഗിനകത്തേക്ക് ഇടൂ. 3 മിനിറ്റ് കഴിഞ്ഞ് എല്ലാം മറന്നു പോകട്ടെ. ലഡ്ഡു സിംഗ് സാറേ, ഞങ്ങളുടെ സാധനങ്ങളൊക്കെ മോഷണം പോയി. ആഹാ, നിങ്ങളുടെ സാധനങ്ങളൊക്കെ മോഷ്ടിച്ചത് ഞാൻ തന്നെയാണ്. പക്ഷെ അതൊന്നും ഞാൻ നിങ്ങൾക്ക് തിരിച്ചു തരില്ല. എല്ലാം എനിക്ക് സ്വന്തമാണ്. ഇയാളാണ് അവൻ. അവനാണ് കള്ളൻ. നിങ്ങൾ എല്ലാരും കൂടി എന്തിനാ വെറുതെ എന്നെ തല്ലാ വരുന്ന? ചോദിച്ചത് കേട്ടില്ലേ? എന്തിനാ വെറുതെ എന്നെ തല്ലുന്നെ? എന്നെ വിട്. വേണ്ട, തല്ലല്ലേ.
ഞാൻ എപ്പോഴാ പറഞ്ഞത് ഞാനാണ് മോഷ്ടിച്ചതെന്ന്? എനിക്ക് എന്താ സംഭവിച്ചെന്ന് ഓർമ്മ പോലും ഇല്ല. എനിക്ക് ഓർമ്മ വന്നപ്പോ എല്ലാരും എന്നെ തല്ലുന്നതാണ് ഞാൻ കണ്ടത്. അവരെന്തിനു വേണ്ടി എന്നെ തല്ലുന്ന പോലും ഞാൻ അറിഞ്ഞില്ല. അവര് പറയാണ് എല്ലാം ഞാനാണ് മോഷ്ടിച്ചതെന്ന്. പക്ഷെ അതിൽ യാതൊരു സത്യവും ഇല്ല. സാറ് അവരുടെ മുമ്പിൽ പറഞ്ഞതുകൊണ്ടാണ് നിവർത്തിയില്ലാത്തോണ്ട് എനിക്കിപ്പോ സാറിനെ ജയിലിന്റെ അകത്ത് ഇടേണ്ടി വന്നത്. ഇത് എങ്ങനെയാ സംഭവിക്ക? മോഷണം പോയ വസ്തുക്കളെ കുറിച്ച് അവർക്ക് തന്നെ മനസ്സിലാവുന്നില്ല. പിന്നെ ലഡു സിംഗ് സാബ് പറഞ്ഞതും അദ്ദേഹത്തിന് തന്നെ അറിയില്ല. എന്താണെന്നാണ് എനിക്ക് ശരിക്കും മനസ്സിലാവാത്തത്. ശിവ, എനിക്ക് വിശന്നിട്ട് വയ്യ ശിവ. വാ, വല്ലതും നമുക്ക് കഴിക്കാൻ പോവാം. ആ ശരിയാ, എനിക്കും വല്ലാതെ വിശക്കുന്നു. നമുക്ക് എല്ലാവർക്കും പുറത്തു പോയി കഴിച്ചിട്ട് വരാം. ശരി, നിങ്ങൾ പൊയ്ക്കോ, ഞാൻ വന്നേക്കാം. ഇതാ കള്ളനാണ്. അതേ കുട്ടികളെ, ഞാൻ ആ കള്ളൻ തന്നെയാണ്. ഞങ്ങള് ശിവയുടെ കൂട്ടുകാരാ. എന്റെ പേര് യൂഡി എന്നാണ്. അത് ആദി, ഇത് രേവ. ഇന്ന് നിങ്ങൾ ജയിലിൽ പോയേ പറ്റൂ. ഞാൻ ഇപ്പൊ തന്നെ ശിവയെ വിളിക്കാം. കുട്ടികളെ, ആരെയും ഫോൺ ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല. നോക്കൂ, എന്റെ ഈ കണ്ണുകളിലേക്ക് നോക്കൂ. നീ ആദിയല്ല, രേവയാണ്. ഞാൻ രേവയാ. നീ രേവയല്ല, ആദിയാണ്. ഞാൻ ആദിയാണ്. പിന്നെ നീ യൂഡിയല്ല, ശിവയാണ്. ഞാൻ ശിവയാണ്. അങ്ങോട്ട് നോക്കൂ. പോലീസ് സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ആ ചെറുക്കനെ കണ്ടില്ലേ? കള്ളനാണവൻ. പിന്നെ നീയാണ് ശിവ. അവനെ അടിച്ചു വീഴ്ത്ത്, ചെല്ല്, ഇടിച്ചു താഴ്ത്ത്. ബൈ ബൈ കുട്ടികളെ. എന്നെ കുട്ടിയെന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ, ശിവ എന്നാണ് എന്റെ പേര്. നീ എന്തായി ചെയ്യുന്നത്? ഞാൻ നിന്നെ കുട്ടിയാന്ന് വിളിച്ചില്ലല്ലോ. ശിവ എന്നാണ് എന്റെ പേര്. നീ എന്തായി ചെയ്യുന്നത്? എന്തായി നോക്കുന്നത്? ഇവനെ വന്ന് തടയ. ഞാൻ എങ്ങനെ വന്ന അവനെ തടയാനാ? ഞാൻ യൂഡിയല്ല, രേവയാണ്. ഒരു തവണ ഞങ്ങളുടെ ഗ്രാമത്തിൽ പെട്ടെന്ന് ഒരു ദിവസം ഒരു കള്ളൻ വന്നു. എന്നിട്ട് ഞാൻ അവനെ ശരിക്കും ഇട്ട് പെരുമാറി, നല്ലോണം പെരുമാറി. എന്നിട്ട് എന്താ സംഭവിച്ചെന്നറിയോ? ഇവൾക്ക് ഇത് എന്തായി പറ്റിയത്? നിനക്ക് എന്താ പറ്റിയത് പറ. എന്താ എന്താ ഞാൻ ആരാണ്? ശിവ, എന്താ ഇത്? നീ എന്തിനാ എന്നെ പിടിച്ചു കുലുക്കിയത്? ഒന്നുമില്ല, ഒരു കുഴപ്പമില്ല. നീ ഒന്നിങ്ങോട്ട് മാറി നിക്ക്. എന്ത് പറ്റി? എന്തെങ്കിലും സംഭവിച്ചോ ശിവ? ഒരു തവണ ഞങ്ങളുടെ ഗ്രാമത്തിലും ഇതുപോലൊരു മാജിക്കാരൻ വന്നു. എന്നിട്ട് അയാൾ എല്ലാവരെയും വശീകരിച്ചു. എന്നിട്ട് എന്താ പറഞ്ഞെന്നറിയോ? എല്ലാവരും അവരവരുടെ സ്വർണങ്ങൾ തരാന്ന്. എന്നിട്ട് എന്താ സംഭവിച്ചെന്നറിയോ? ഞാൻ ആ മാജിക്കാരനെ ശരിക്കും അങ്ങ് എടുത്ത് പെരുമാറി. ആദി, ഇത് ശരിക്കും നന്നായിട്ടുണ്ടല്ലോ. എന്തൊരു ഐഡിയ ആണ് നീ എനിക്ക് തന്നത്. ശിവ, ഇവന് ഹിപ്നോട്ടിസത്തിന്റെ കാര്യമല്ലേ പറഞ്ഞത്? അപ്പൊ ആ മെജിഷ്യൻ ഞങ്ങളെ ഹിപ്നോട്ടൈസ് ചെയ്തതായിരിക്കാം. അതെ, അയാൾ നിങ്ങളെ ഹിപ്നോട്ടൈസ് ചെയ്തു. അയാൾ എല്ലാവരെയും ഹിപ്നോട്ടൈസ് ചെയ്തതിനു ശേഷം വേറെ ആർക്കും ഒരു ഓർമ്മ ഉണ്ടാവില്ല. ഇപ്പൊ കണ്ടില്ലേ, നിങ്ങൾക്ക് പോലും ഒരു ഓർമ്മയില്ല. ഓ, അതുകൊണ്ടാണ് ലഡു സിംഗ് സർ ഞാനാണ് കള്ളൻ എന്ന് പറഞ്ഞ് നാട്ടുകാരുടെ കയ്യിൽ നിന്ന് അടി വാങ്ങിച്ചത്. അതെ, അതുകൊണ്ടാണ് സാധനങ്ങളൊക്കെ നാട്ടുകാര് ഊരി കൊടുത്തത്. അതിനെ കുറിച്ച് അവർക്ക് വേറൊരു ഓർമ്മയില്ലായിരുന്നു. നോക്ക്, ഇനി അയാൾ നിങ്ങളുടെ അടുത്തേക്ക് വന്നാൽ അയാളുടെ കണ്ണിൽ മാത്രം നോക്കരുത്, അല്ലെങ്കിൽ ഹിപ്നോട്ടൈസ് ചെയ്ത് കളയും. എല്ലാവരും ഈ കാര്യം ഓർമ്മിക്കണം. അയാളൊരു മെജീഷ്യനാണ്. ആൾക്കാരെ ഹിപ്നോട്ടൈസ് ചെയ്യുന്നതാണ് അയാളുടെ പണി. ഒരു പ്രാവശ്യം ഞാൻ അയാളെ പിടിച്ചിരിക്കും. ഇത് ഈ ലഡ്ഡു സിംഗിന്റെ ചാലഞ്ചാണ്, നേരിട്ടുള്ള ചാലഞ്ച്. ഞാൻ ഇപ്പൊ തന്നെ അയാളുടെ സീക്രട്ട് സ്ഥലത്തേക്ക് പോവാൻ പോവാണ്. എന്നിട്ട് ആ സീക്രട്ട് മെജീഷ്യനെ കയ്യോടെ പിടിക്കാൻ വേണ്ടി ഞാൻ പ്ലാൻ ഉണ്ടാക്കാൻ പോവാണ്. എന്നിട്ട് വെറും മിനിറ്റുകളിൽ ഞാൻ പുല്ല് പോലെ അവനെ പിടിച്ചിരിക്കും. അതുകൊള്ളാം, മിനിറ്റുകൾക്കകം എന്നെ പിടിക്കുമെന്നോ? കാണാം. അവന്റെ നാവിന് ഭയങ്കര നീളമാണ്. ആ ലഡ്ഡു സിംഗിനെ ഞാനൊരു ഉണ്ടം പുരിയാക്കും. ഹലോ മൈ ഡിയർ ലഡ്ഡു സിംഗ്, ഇപ്പോഴൊക്കെ ടിവിയിൽ ഭയങ്കര ഇന്റർവ്യൂ ആണല്ലോ. ഇങ്ങോട്ട് നോക്കുന്നേ, ഇങ്ങോട്ട്, എന്റെ കണ്ണിൽ.
കുട്ടികളെ, എല്ലാവരും ശ്രദ്ധിക്ക്. ആരും ഇയാളുടെ കണ്ണിൽ നോക്കരുത്. എല്ലാവരും താഴോട്ട് മാത്രമേ നോക്കാൻ പാടുള്ളൂ. അങ്ങനെ ചെയ്യല്ലേ കുട്ടികളെ. ഇവൻ പറയുന്നത് അനുസരിക്കരുത്. നിങ്ങൾ ഇങ്ങോട്ട് നോക്കൂ, എന്റെ കണ്ണുകളിലോട്ട് നോക്കൂ. എന്ത് പറഞ്ഞാലും ഞങ്ങൾ ഇനി താഴെ നോക്കുള്ളൂ അങ്കിൾ. താഴെ നോക്കി തന്നെ നിങ്ങൾക്കിട്ട് ഞാൻ ശരിക്കും പെരുമാറും. എന്തിനാ കുട്ടി തലതാത്തി പിടിക്കുന്ന? കണ്ണിലോട്ട് നോക്കി സംസാരിക്കൂ. കുട്ടി എന്ന് വിളിക്കരുത് അങ്കിൾ. അല്ല ലഡ്ഡു സിംഗ് സാറേ, നിങ്ങൾ എന്തിനാ അവിടെ നിൽക്കുന്നത്? നിങ്ങളെ പോലെ ഒരു വീരശൂര പരാക്രമം ഇങ്ങനെ നിന്നാൽ എങ്ങനെയാ? വന്ന് എന്നെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല? ഓക്കേ ഓക്കേ, ഹാൻഡ്സ് അപ്പ്, യു ആർ അണ്ടർ അറസ്റ്റ്. എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. ഇങ്ങോട്ട് നോക്കൂ, എന്റെ കണ്ണുകളിലോട്ട് നോക്കൂ, കണ്ണു തുറന്നു നോക്കൂ. ലഡ്ഡു സിംഗ് സാറേ, നിങ്ങളൊരു കുംഫു മാസ്റ്റർ ആണല്ലോ. ആ ശിവ കള്ളനാണ്. വേഗം ചെന്ന് പിടിക്കവനെ. ഇടിക്ക് ഇടിക്ക്. ലഡ്ഡു സിംഗ് സാർ, നിങ്ങൾ ഇത് എന്തായി ചെയ്യുന്നത്? നിങ്ങൾ എന്തിനാ എന്നെ വെറുതെ തല്ലാൻ വരുന്നത്? കള്ളനാണ്, നിന്നെ പിടിക്കാൻ വേണ്ടി ഞാൻ വന്നിരിക്കുന്നത്. ലഡ്ഡു സിംഗ് സാറേ, അവന്റെ താടി ഉയർത്തു. എന്നിട്ട് അവന്റെ കണ്ണ് എന്റെ കണ്ണുകളിലോട്ട് നോക്കിപ്പിക്കൂ. ലഡ്ഡു സിംഗ് സാറേ, നിങ്ങൾ ഇത് എന്താണ് ചെയ്യുന്നത്? പെട്ടെന്ന് എന്റെ ശരീരത്തിൽ ഒരു വേദന വരുന്നുണ്ടല്ലോ. അതായത് എന്നെ ആരോ ഇടിച്ച് ചതച്ചതുപോലെ വേദനയ്ക്കുന്നുണ്ട് ശിവ. ലഡ്ഡു സിംഗ് സാർ, ആദ്യം അയാളെ പോലീസ് സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടു പോകൂ. ശിവ, നീ പറ, ഞാനൊരു കള്ളനാണെന്ന്. ഞാൻ കള്ളനാണ്, ഞാൻ കള്ളനാണ്. ഇതാണല്ലോ എനിക്ക് വേണ്ടത്. ഇത് ആദ്യം തന്നെ പറഞ്ഞിരുന്നുവെങ്കിൽ ഞങ്ങൾക്ക് എത്ര ബുദ്ധിമുട്ടേണ്ടി വരില്ലായിരുന്നു. ഈ വന്നേ, നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോകാം. വരൂ മജീഷ്യൻ. എന്നിട്ട് ഞാൻ എന്റെ കണ്ണുമടച്ച് ആ മജീഷ്യനൊരു പഞ്ച് കൊടുത്തു. ഞാൻ ഫീൽ ചെയ്തു, അവന്റെ മൂവ്മെന്റ് ഞാൻ ഫീൽ ചെയ്തു. നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് കാറ്റിന്റെ ശബ്ദം പോലും നമുക്ക് കേൾക്കാൻ സാധിക്കും. ഞാൻ അവനെ ശരിക്കും ഒരു അലക്കല്ല അലക്കിയത്. ഭയങ്കരായിരുന്നു. എന്നിട്ട് അവൻ കണ്ണു മൂടി എന്റെ കാല് പിടിച്ച് എന്നോട് പറയാണ്, എന്നോട് ക്ഷമിക്കണം, എന്നോട് ക്ഷമിക്കണമെന്ന്. അതെ, ഇനി നീ ലഡ്ഡു സിംഗ് സാറിന്റെ കയ്യിൽ നിന്ന് എങ്ങനെ ഇടിക്കണമെന്ന് കൂടി പഠിച്ചെടുക്കാനുണ്ട്. വണ്ടിയുടെ പേപ്പർ ഇങ്ങെടുത്തേ നോക്കട്ടെ. ആ വിട്ടേക്ക് വിട്ടേക്ക്.
എനിക്ക് തോന്നുന്നത് റോക്കറ്റ് പുറപ്പെടാനുള്ള എല്ലാ തയ്യാറെടുപ്പും കഴിഞ്ഞെന്നാ. ഞാൻ ശരിക്കും എക്സൈറ്റഡ് ആണ്. എന്റെ അച്ഛൻ ആദ്യമായിട്ടാണ് റോക്കറ്റ് വിടാൻ പോകുന്നത്. എന്റെ അച്ഛന് ഓഫർ വന്നപ്പോ പറ്റില്ലെന്ന് പറഞ്ഞേയില്ല. അല്ലേലും ഇതിലിത്ര വലിയ കാര്യമായിട്ട് എന്താ ഉള്ളത്? എന്റെ പപ്പ വലിയൊരു ഓഫർ കൊടുത്തതാ, പക്ഷെ അവര് വേണ്ടാന്ന് പറഞ്ഞു. പക്ഷെ ആദി, നിന്റെ പപ്പ അതിന് പൈലറ്റ് അല്ലല്ലോ, പിന്നെ എന്ത് ഓഫറാ ചെയ്തത്? എന്റെ പപ്പ ഈ സാറ്റലൈറ്റ് വാങ്ങിക്കാനാണ് ശ്രമിച്ചത്. ഞങ്ങളുടെ വീടിന്റെ മുകളിൽ സാറ്റലൈറ്റ് വെക്കണമെന്ന് അദ്ദേഹത്തിന് ആഗ്രഹം തോന്നി. ചോദിച്ചപ്പോ ഇവര് കൊടുത്തുമില്ല. ഓ, ഭൂമിയിൽ നിന്ന് പറഞ്ഞ് ഇപ്പൊ നീ ആകാശത്തിന്റെ കാര്യവും പറയാൻ തുടങ്ങിയോ? ഡിഷ് ആന്റിന മറ്റോ ആണോ അത് വാങ്ങിച്ച് വീടിന്റെ തട്ടുമുകളിൽ വെക്കാൻ? അതിനിപ്പോ എന്താ, അത് മേടിച്ച് പറത്തിക്കളയോ മുകളിൽ വെക്കിയോ? അദ്ദേഹത്തിന്റെ ഇഷ്ടമല്ലേ? കുട്ടികളെ, ശിവ, എനിക്ക് ഇന്റലിജൻസ് ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ചില ആൾക്കാരും ചേർന്ന് സാറ്റലൈറ്റിനെ ഹൈജാക്ക് ചെയ്യാൻ ഒരു പ്ലാൻ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ വേഗം ചെന്ന് അത് നോക്കേണ്ടി വരും. അല്ല, ഇവൻ എന്തിനാ ഇങ്ങനെ നിന്ന് കുറയ്ക്കുന്നത്? താങ്ക് യു ശിവ. നിനക്ക് എന്റെ മനസ്സിലുള്ള കാര്യങ്ങൾ എത്ര പെട്ടെന്നാ മനസ്സിലാക്കാൻ പറ്റുന്നത്. എന്ത് പറ്റി ഡോഗി, നീ എന്തെങ്കിലും കണ്ടുവോ? ബസ്സിനെ ഹൈജാക്ക് ചെയ്തു എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ട്രെയിനിനെയും ഹൈജാക്ക് ചെയ്തിട്ടുണ്ട്. എയ്റോപ്ലെയിനിനെയും ഹൈജാക്ക് ചെയ്തതായി കേട്ടിട്ടുണ്ട്. ഞാൻ റോക്കറ്റിനെ ഹൈജാക്ക് ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ ലോകത്തിലെ വില്ലന്മാരിൽ ഞാനായിരിക്കും നമ്പർ 1 വില്ലൻ. ഇന്ന് വരെ ഇതുപോലെ ഒരു ഹൈജാക്ക് യവനും ചെയ്ത് കാണില്ല. പക്ഷേ ബോസേ, റോക്കറ്റ് ഹൈജാക്ക് ചെയ്തിട്ട് ബോസ് പിന്നെ എന്ത് ചെയ്യാനാ? റോക്കറ്റിന്റെ കവചമാർക്ക് വേണം. അതിനകത്തുള്ള വില കൂടിയ സാറ്റലൈറ്റ് അല്ലേ നമുക്ക് വേണ്ടത്. ഞാൻ റോക്കറ്റ് ഹൈജാക്ക് ചെയ്തിരിക്കും. ആ സാറ്റലൈറ്റിനെ ഞാൻ എന്റെ പേഴ്സണൽ സാറ്റലൈറ്റ് ആയിട്ട് മാറ്റി ലോഞ്ച് ചെയ്തിരിക്കും. അങ്ങനെ ലോകത്തിലുള്ള എല്ലാ ഡോണിനും ഞാനൊരു പ്ലാറ്റ്ഫോം കൊടുക്കുന്നതായിരിക്കും. അണ്ടർവേൾഡിലുള്ള എല്ലാ ഇൻഫർമേഷനും കിട്ടുന്ന രീതിയിൽ ഞാൻ മാറ്റിയെടുക്കും. അങ്ങനെ ലോകത്തിലുള്ള പണം മുഴുവൻ കൈക്കലാക്കി ഇൻഫർമേഷൻ ഞാൻ തന്നെ എല്ലാവർക്കും ഡെലിവറി ചെയ്യുന്നതാണ്. ബോസേ, അപ്പൊ റോക്കറ്റ് ആര് പറപ്പിക്കും? ഞങ്ങളിൽ ആർക്കും റോക്കറ്റ് പറപ്പിക്കാൻ അറിയില്ല. വിഷമിക്കണ്ട, അതിനല്ലേ ഞാനൊരു പൈലറ്റിനെ ഏർപ്പാടാക്കിയത്. നിങ്ങൾ കാണു. ബോസേ, ഇതുവരെ ആരും ഇങ്ങനത്തെ പണി ചെയ്ത് കാണില്ല. പിന്നല്ലാതെ നിന്റെ ബോസിനുള്ള ഈ ബുദ്ധി മറ്റാർക്കുണ്ട് ഈ ലോകത്ത്? നിങ്ങൾ പറ. താലിയ, തോലിയ, ഡാലിയ, ചാലിയ, നിങ്ങൾ വേഗം ചെന്ന് നോക്ക് സെക്യൂരിറ്റി ഒക്കെ എവിടം വരെ ആയെന്ന്. അപ്പൊ ഇതാണ് കാര്യമല്ലേ? ലഡു സിംഗ് സാർ, താഴെ ആ ഗുഹയുടെ അടുത്തായിട്ട് ഇപ്പോഴാണ് 4 ഗുണ്ടകൾ ബൈക്കിൽ കയറി പോയത്. ഡോഗി അവരെ കണ്ടിട്ടാണ് കുറച്ചത്. നിങ്ങൾ എല്ലാവരും ആ റോഡ് വഴി അങ്ങോട്ട് വന്നാൽ മതി. ഞാൻ ഇതുവഴി അങ്ങ് വന്നേക്കാം. ഓക്കേ ശിവ, ഓക്കേ. നമ്മളെന്തിനാ സെക്യൂരിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്? ബോസ് എന്താണ് സെക്യൂരിറ്റി ഏജൻസി വല്ല തുറക്കാൻ വല്ല പ്ലാനുമുണ്ടോ? പറ. നീ എന്താണോ നമ്മുടെ ബോസിനെ കുറിച്ച് ഇങ്ങനെയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? ബോസിന് സെക്യൂരിറ്റി ഏജൻസി തുറക്കേണ്ട ആവശ്യമൊന്നുമില്ല. സെക്യൂരിറ്റി ഫോഴ്സിനെ റെഡിയാക്കി റോക്കറ്റ് ഹൈജാക്ക് ചെയ്യാനുള്ള പ്ലാനാ. അല്ല, അതാരാ? എന്തു പറ്റി? എന്തിനാ വഴി ഇങ്ങനെ തടയുന്നേ? പറ്റാനൊന്നുമില്ല. നിങ്ങൾ എവിടേക്കാ പോകുന്നെന്ന് ആദ്യം പറയൂ. ഞങ്ങൾ എല്ലാവരും എവിടെ വേണമെങ്കിലും പോവും. നീ ആരാ ചോദിക്കാൻ? മര്യാദയ്ക്ക് വഴിമാറ് കുട്ടി. എന്നെ കുട്ടിയെന്ന് വിളിക്കരുത് അങ്കിൾ.
നല്ലോണം കിട്ടി ഇവരെ. ഇവരെ കിട്ടി, അവന് കിട്ടി. എല്ലാത്തിനും അലക്കി കൊടുത്തു അല്ലേ കുട്ടി? ഞങ്ങളൊക്കെ തല്ലു മേടിച്ചോണ്ടിരിക്കുമ്പോ നീ ഇവിടുന്ന് കൈകൊട്ടി നിൽക്കാണോ? ചെന്നടിക്കാവനെ. എന്ത് ഞാൻ അടിക്കാനോ? അങ്കിൾ പേടിക്കേണ്ട ആവശ്യമില്ല, നിങ്ങളാണ് ശരിക്കും ബുദ്ധിമാൻ. ഞാനിവരെ തല്ലുന്ന സമയത്ത് കയറുകൊണ്ട് ഇവരെ കെട്ടിയിട്ടാൽ മതി. ഇതാ ഇത് പിടിച്ചോളൂ, നല്ല രസമായിരിക്കും അങ്കിൾ. അങ്കിൾ ഇനി അങ്കിൾ സ്വയം കെട്ടിക്കോളൂ. ഞാനിത് ഇപ്പൊ കിട്ടുമല്ലോ. പക്ഷേ ഇതിൽ ഒരു രസവും തോന്നിയില്ലല്ലോ. എന്നോട് എന്തിനാ സ്വയം കെട്ടാൻ പറഞ്ഞേ? എടോ മണ്ട, അവൻ നിന്നെ കബളിപ്പിച്ചതാ. ഇപ്പൊ നീ കുടുങ്ങി. ലഡ്ഡു സിംഗിന്റെ പേര് വെറുതെ അല്ല ഫേമസ് ആയത്. അപ്പൊ പിന്നെ എങ്ങനെ ഫേമസ് ആയേ? ഇവിടുന്ന് 50 കിലോമീറ്റർ വളരെ ദൂരെ ആരെങ്കിലും തരികിട ഒപ്പിക്കാൻ പോയി കഴിഞ്ഞാൽ അവരോട് പറയും വേണ്ട ലഡ്ഡു സിംഗ് വരുമെന്ന്. അത്രയ്ക്കും ഫേമസ് ആണ് ഈ ഇൻസ്പെക്ടർ ലഡ്ഡു സിംഗ്. എന്നാ ശരി പറ, വേഗം നിന്റെ വാ തുറന്ന് എന്നോട് പറ. എന്തിനു വേണ്ടിയായിരുന്നു നിങ്ങൾ 4 പേര് രഹസ്യമായിട്ട് ആ വാലിയിലേക്ക് പോയതെന്ന്? ആരെന്നോട് പറയാ, ആരെന്നോട് സത്യം പറയാ. നീ പറ. നിന്നെ കണ്ടാ തന്നെ ഈ ഗ്രൂപ്പിൽ നിനക്ക് കുറച്ച് വിവരം ഉണ്ടെന്ന്. അതുകൊണ്ട് നീ നുണ പറയരുത്. പറയേ, സത്യം പറയേ. സത്യം മാത്രമേ എന്നോട് പറയാവൂ. അല്ല തോലിയ, നമ്മൾ എന്തിനാ സെക്യൂരിറ്റി ചെക്ക് ചെയ്യാൻ പോയെന്ന് പറ. സെക്യൂരിറ്റി ചെക്ക്? എന്തിനു വേണ്ടിയുള്ള സെക്യൂരിറ്റി ചെക്ക് ആണ്? ഇങ്ങോട്ട് പാടേ. ഇനിയും സത്യം ഒളിക്കാനാവില്ല. ലഡ്ഡു സിംഗിനെ പോലുള്ള സത്യസന്ധമായ പോലീസുകാരോട് ഞാൻ എല്ലാ സത്യങ്ങളും തുറന്നു പറയാൻ പോകുന്നു. സാറേ, ഞങ്ങൾ പുതിയതായിട്ട് ആരംഭിച്ച ഒരു ചെറിയ സെക്യൂരിറ്റി ഏജൻസിയുണ്ട്. ഞങ്ങൾ ആലോചിച്ചത് പോലീസിന്റെ സെക്യൂരിറ്റി ഫെയിൽ ആവുകയാണെങ്കിൽ ഞങ്ങൾക്ക് സാറ്റലൈറ്റ് സെക്യൂരിറ്റിയുടെ കോൺട്രാക്ട് കിട്ടുമെന്ന്. ഞങ്ങൾക്കറിയില്ലായിരുന്നു ഞങ്ങളെക്കാളും വളരെ ബുദ്ധിമാനായ ഇൻസ്പെക്ടറാണ് സാറെന്ന്. നിങ്ങളൊക്കെ ചതിയന്മാരാ. ഞാൻ അറിയാതെ നിങ്ങൾ സെക്യൂരിറ്റി ഏജൻസി തുറന്നു കഴിഞ്ഞു അല്ലേ? എന്നെ ആരും അറിയിച്ചത് പോലും ഇല്ല. പോയിക്കോ, എനിക്കിനി ആരോടും മിണ്ടണ്ട. ഈ കാര്യം ഞാൻ ബോസിനോട് പറയൂല്ലോ. ഒന്നും മിണ്ടാതിരിക്ക. ലഡ്ഡു സിംഗ് സാറേ, ഇവര് സമയം നോക്കി വല്ലാത്ത കള്ളത്തരങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ സാറ്റലൈറ്റിന് ഇതുവരെ യാതൊരു അപകടവും ഇല്ല. ശരിക്കും പറഞ്ഞാൽ ഇവരുടെ ബോസ് അവിടെ എത്തുമായിരിക്കും. നമുക്ക് അവിടെ ചെന്നാൽ മാത്രമേ കാര്യം അറിയൂ. ഓക്കേ ശിവ, ഓക്കേ. ഹലോ ബോസ്, ഞങ്ങൾ ജയിലിലാണുള്ളത്. ഞങ്ങളെ തല്ലി ചതച്ച് ജയിലിൽ കൊണ്ടുവന്ന് ഇട്ടിരിക്കുകയാണ് ബോസ്. ബോസേ, നിങ്ങൾ 4 പേർക്കും നല്ലോണം കിട്ടിയെന്നോ? അവരെത്ര പേരുണ്ടായിരുന്നു? ബോസേ, അതൊരു ചെറിയ കുട്ടിയാ. പക്ഷെ അവന് 3 ആനയുടെ ബലവാ. ഞങ്ങളെയൊക്കെ പിടിച്ച് ജയിലിലിട്ടിട്ട് അവൻ ബോസിനെ അന്വേഷിച്ച് ലഡ്ഡു സിംഗിന്റെ കൂടെ വന്നുകൊണ്ടിരിക്കുക. കുട്ടിയോ? അതപ്പോ വേറെ ആരുമല്ല, ആ ശിവ തന്നെ. ആ കുട്ടി വീണ്ടും എന്റെ ജീവിതത്തെ കോലിട്ടിളക്കാൻ വന്നിരിക്കുകയാണ്. ഇത്തവണ ആ ബുദ്ധിജീവിയായ കുട്ടിയെ പരിപ്പുവടയാക്കി മാറ്റുന്നതാണ്. വരട്ടെ അവൻ. ബോസ് നേരത്തെ പറഞ്ഞില്ലേ ഒരു കുട്ടിയുടെ കാര്യം? ആ കുട്ടി നമ്മുടെ വഴിക്കാ ബോസേ വന്നോണ്ടിരിക്കുന്നത്. വരട്ടെ, നിങ്ങൾ എല്ലാവരും ചെന്ന് ഒളിക്ക്. അവൻ എങ്ങനെയെങ്കിലും ഇതിനകത്തോട്ടൊന്ന് വരട്ടെ. ഈ യുവകോമളൻ അവനെ വെറുതെ വിടുമെന്ന് വിചാരിക്കണ്ട. ശിവ, ഈ സുന്ദരനെ ഒന്ന് നോക്കൂ. അപ്പൻ എന്നെ ഓർമ്മയുണ്ടോ നിനക്ക്? നീ വീണ്ടും എന്റെ വഴിയിലേക്ക് കടന്നു വന്നത് നിന്റെ വിഡ്ഢിത്തമായി പോയി ശിവ.
ഇപ്പൊ കണ്ട ലേസർ എല്ലാം ഇൻവിസിബിൾ ആയി മാറ്റി കഴിഞ്ഞിരിക്കുന്നു. ഒരടി മുന്നോട്ട് എടുത്തു വെച്ചാൽ പിന്നെ നീ ചാമ്പലാവുന്നതാണ്. ഇനി നീ ഇവിടെ തന്നെ ഇരുന്നാ മതി. ഞാൻ പോയി ആ സാറ്റലൈറ്റ് ഹൈജാക്ക് ചെയ്യാനുള്ള പണി നോക്കട്ടെ. രക്ഷപ്പെടാൻ ശ്രമിക്കാൻ നോക്കരുത് കേട്ടോ. ഞാൻ ഈ ശിവയുടെ സൈക്കിൾ തകർത്ത് തരിപ്പണമാക്കാൻ പോവുകയാണ്. ഈ ഒരു സൈക്കിള് കാരണമല്ലേ ആ ചെറുക്കൻ കൂടുതൽ വിളച്ചൽ കാണിക്കുന്നത്. എന്തെങ്കിലും ചെയ്ത് എനിക്ക് ഇവിടുന്ന് ഉടനെ പോയേ പറ്റൂ. സൈക്കിൾ ചീത്തയാക്കിയോ? ഇത് ശരിയാക്കാനുള്ള സമയമില്ല. വേറെ വഴി എന്തെങ്കിലും കണ്ടേ പറ്റൂ. ഹലോ ലഡ്ഡു സിംഗ് സോർ. ഇന്ന് കുട്ടികൾ കൂടെ ഉണ്ടല്ലോ. വന്നാലും രവ, ഞാൻ നിങ്ങളെ അകത്ത് കൊണ്ടുപോയി റോക്കറ്റൊക്കെ കാണിച്ചു തരാം. ഞാൻ എത്തി സാറ്റലൈറ്റ്. ഞാനാണ് ബബ്ബൻ ഹൈജാക്കർ. യുവ കോമളനാണ് ഞാൻ. എല്ലാവരും വേഗം ലൈനിൽ നിൽക്കേ. ഈ നിമിഷം മുതൽ ഈ സാറ്റലൈറ്റ് എന്റേതാണ്. പൈലറ്റ്, ഈ റോക്കറ്റ് നീ വേണം ഓടിക്കാൻ. ഞാൻ എന്തൊക്കെ പറയുന്നുവോ അതുപോലെ വേണം താൻ ചെയ്യാൻ. അല്ലെങ്കിൽ ഒരൊറ്റ ആള് പോലും ജീവനോടുണ്ടാവില്ല. വേഗം അകത്തോട്ട് കയറ്. ദേ ആ കുട്ടി വരുന്നുണ്ട്. മര്യാദക്ക് വേഗം ചെല്ലു ബേക്കരികളെ. നീ പെട്ടെന്ന് തന്നെ ഇങ്ങ് എത്തിയല്ലോ. കുഴപ്പമില്ല. ഇനി നിങ്ങൾ കൂട്ടുകാർക്ക് ഒരുമിച്ച് ആകാശത്ത് പറക്കാം. ശിവ, ഇത്തവണ നിനക്ക് എന്നെ തോൽപ്പിക്കാൻ കഴിയില്ല. പഴയ പൂപ്പല് പിടിച്ച കണക്കുകളൊക്കെ എനിക്ക് നിന്നോട് ചോദിക്കാനുണ്ട്. ഈ ചെറുക്കനെ കൊണ്ടുപോയി മുറിയിലിട്ട് അടയ്ക്ക്. എന്തെങ്കിലും ഒരു ഐഡിയ ആലോചിക്കുക. ലഡ്ഡു സിംഗ് സാറേ, ഇങ്ങനെ പറക്കുന്ന റോക്കറ്റിന്ന് പുറത്തേക്ക് പോവാൻ ആവില്ല. ശിവ, ഇതിന്റെ പുറത്തേക്ക് പോവാൻ ഒരു വഴിയുണ്ട്. പപ്പ പറയുന്നത് ഞാൻ കേട്ടായിരുന്നു. രവ, നീ വേഗം തന്നെ ആ വഴി പറ. ജീവനേക്കാളും വലുതായിട്ട് വേറെ ഒന്നും തന്നെ ഇല്ലല്ലോ. ശിവ, ഇതിന്റെ മുകളിൽ ഒരു ചെറിയ വിൻഡോ കാണുന്നില്ലേ? അത് റോക്കറ്റിന്റെ AC ഡക്കാണ്. നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൽ കൂടി പുറത്തേക്ക് പോവാം.
ശിവ, അതിന്റെ ഒരു ഭാഗം വേറിട്ട് വേറൊരു ഭാഗത്ത് പോയി നിൽക്കുക. എത്രയും പെട്ടെന്ന് അത് കൂട്ടി യോജിപ്പിച്ചിട്ടില്ലെങ്കിൽ സാറ്റലൈറ്റും റോക്കറ്റും വേർതിരിക്കാൻ പറ്റില്ല. ആരെങ്കിലും മുകളിൽ പോയാലേ പറ്റൂ. ഞാൻ ഇവിടെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കാം. അത് വെറുതെ വിഷമിക്കണ്ട, ഞാൻ തന്നെ പോയിക്കോളാം. ശിവ, ശിവ എന്നെ രക്ഷിക്കേ, ശിവ എന്നെ രക്ഷിക്കേ. ലഡു സിംഗ് സർ, ആ റോബ് ഡ്രസ്സിൽ ഇടുന്നതിന് പകരം തെറ്റിയിട്ടു. അതുകൊണ്ട് പുറത്തേക്ക് പോയത്. ഇനി എന്ത് ചെയ്യും? ഞാൻ ചെന്ന് രക്ഷിക്കാം. ശിവ, ആ സാറ്റലൈറ്റ് സെറ്റായി കഴിഞ്ഞു. ഇനി നീ എന്നെ രക്ഷിക്കാൻ നോക്ക്. ഒന്നും സംഭവിക്കില്ല ലഡു സിംഗ് സർ. ശിവ, ഞാൻ ഇനി എന്താ ചെയ്യാ? ഇപ്പൊ ചെയ്തില്ലെങ്കിൽ പിന്നെ ശരിയാവില്ലോ. പിടിച്ചു, ഞാൻ പിടിച്ചു. നിങ്ങൾക്കെല്ലാവർക്കും സാറ്റലൈറ്റ് ഷേപ്പിൽ ഒരു ജയിലുണ്ടാക്കി അതിലെ എല്ലാറ്റിനിട്ട് ഞാൻ പൂട്ടും. പിന്നെ വെട്ടം കാണില്ല. ഓർത്ത് വെച്ചോ. ന്യൂ ജയിൽ. ഹൈ. Watch India's largest kids library only on Jio Hotstar. Download the app now.